ഹലോ ചങ്ങായിമാരെ, ഇപ്പൊ കണ്ണൂരില് ഒരു കുട്ടി 5 വയസ്സുള്ള കുട്ടി ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട്. മിന്നിച്ചൽ LED ബൾബ് എന്നാണ് ഷോക്കേറ്റ് മരിച്ചത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ന്യൂസ്. അപ്പൊ ഈ LED ബൾബ് കണ്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊഞ്ച് കണ്ടുകഴിഞ്ഞാല് കയറിയിട്ട് തൊടാനോ നോക്കാം. അപ്പൊ പിള്ളേർ ടച്ച് ചെയ്യുമ്പോൾ ഈ എർത്ത് നേരെ ഭൂമിയിൽ അടിച്ച് മരിക്കും. അതുവരെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. നമ്മൾ തൊടുമ്പോൾ അത് ഇതിന്റെ മേലെ കയറിന്റെ നേരെ കയറി പിടിച്ച് അടിക്കുന്നത്. അപ്പൊ നമ്മളും മറ്റേ ലൈറ്റും തമ്മിൽ എർത്താവും. അന്നേരം ഷോക്ക് അടിക്കാൻ നിൽക്കുക. ഒരു ചെറിയ കുട്ടി 5 വയസ്സുള്ള കുട്ടിയാണ് ഷോക്ക് അടിച്ച് മരിച്ച. ആ മാതാപിതാക്കൾക്ക് പഠിച്ച നല്ല ക്ഷമ കൊടുക്കട്ട് പോയി. എന്താ ചെയ്യല്ലേ, എന്തെല്ലാം ആശയും പൂതിയിലും ഉണ്ടാവും മക്കളെ കുറിച്ചിട്ടല്ലോ. എല്ലാം ഒരു നിമിഷം തീർന്ന്. എന്തോ ഗിൽസിന്റെ മേലെ നിന്നാണ് ഷോക്ക് അടിച്ചത്. അപ്പം ഇപ്പം 2-3 ദിവസമായി കണ്ണൂരിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ലൈറ്റെല്ലാം ഇപ്പം പല പരിപാടിക്കെല്ലാം റോഡ് മേലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇടുന്ന ആളെ കുറ്റം പറയാനല്ലേ, നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ ശ്രദ്ധിക്കും, അത്രേ ഉള്ളൂ. ലൈറ്റ് ഇടുന്ന ആളിൽ ഇട്ടോട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മക്കൾ ഇതിന്റെ മൊഞ്ച് കണ്ടുകഴിഞ്ഞാൽ നേരെ കയറി പിടിക്കൂ. അപ്പോൾ ഈ സംഭവം വരുന്നത്. അപ്പം അങ്ങനത്തെ എർത്തടിച്ചിട്ടാണ് ഈ ഷോക്ക് വരുന്നത്. നമ്മൾ തൊടുന്നവരെ ഷോക്കാണ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ തൊടലും ഈ കറണ്ട് നേരെ എർത്തിലേക്ക് ഭൂമിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ നല്ല അടിയടിക്കുന്നു. എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ. അതേപോലെ ഈ മംഗലപ്പുരക്ക് കുട്ടികൾ കരിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഈ മിന്നിച്ചൽ ബൾബിന്റെ മാലെടുത്ത് കൊടുക്കും. പണ്ടത്തെ പോലെ പന്തലൊന്നുമല്ല. പന്തലിൽ ഇപ്പോഴത്തെ പന്തലിന് ഫുള്ള് ഇരുമ്പും ഷീറ്റും കാര്യമെല്ലാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, അല്ലാണ്ട് വേറെ ആരും ശ്രദ്ധിക്കൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ ആയാലും ആരായാലും വലിയ ആളായാലും കരയുമ്പോൾ കുട്ടികളെ ചെയ്യുമ്പോൾ LED ലൈറ്റ് എടുത്ത് കൊടുക്കും. മാല പറയാൻ പറ്റില്ല. നിങ്ങൾ തൊടലിലേക്കും കാത്തിക്കുന്നുണ്ടാവും. ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എല്ലാ അപകടങ്ങളും തൊട്ടും ദൈവം എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ആ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പഠിച്ചാൽ നല്ല ക്ഷമ കൊടുക്കട്ടെ. എല്ലാവർക്കും ഒരു അപകടങ്ങളും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ സയ്യിദ് മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.